ഉർഫി ജാവേദിനെ അറിയില്ലേ? അയ്യോ, ഉർഫി അറിയില്ലേ? വളരെ മോശം. ഉർഫി അറിയണം കേട്ടോ. നാലാൾ അറിയാൻ വേണ്ടി ആ കുട്ടി എന്തൊക്കെ കോലമാണ് കിട്ടുന്നത്. എന്നിട്ടും അറിഞ്ഞില്ല ആ കുട്ടിക്ക് വിഷമമാവില്ലേ? ഇന്ന് സോഷ്യൽ മീഡിയ ഉലകത്തിൽ ഭയങ്കരമായി അറിയപ്പെടുന്ന പേരാണ് ഉർഫി. തെറ്റു പറയാൻ പറ്റില്ല. ആരും കാണാത്ത, ആരും ഉടുക്കാത്ത പുതുപുത്തൻ ഉടുപ്പുകളുമായി വന്ന നമ്മളെ ഞെട്ടിക്കുന്ന കുട്ടിയാണ് കേട്ടോ ഉർഫി. ഉർഫിയുടെ വസ്ത്രധാരണ രീതി നമ്മളെ ശരിക്കും ഞെട്ടിപ്പിക്കും, ചിന്തിപ്പിക്കും. ഒരല്പം പിന്നോട്ട് പോയി നമുക്ക് ഉർഫിയെ കുറിച്ച് അറിയാം. ഉത്തർപ്രദേശിലെ ലക്നൌവിലെ ഒരു മുസ്ലിം കുടുംബത്തിലാണ് ഉർഫി ജനിച്ചത്. ഞാൻ ഇസ്ലാമിൽ വിശ്വസിക്കുന്നില്ല, ഞാൻ ഒരു മതവും പിന്തുടരുന്നില്ല, ഞാൻ ഒരു മുസ്ലിമിനെയും വിവാഹം കഴിക്കുന്നില്ല എന്നിങ്ങനെയുള്ള പരസ്യമായതും വിവാദമായതുമായ നിലപാടുകളെടുത്ത വ്യക്തിയാണ് ഉർഫി. ധാരാളം TV ഷോകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. 2021 വൂട്ടിന്റെ റിയാലിറ്റി ഷോയിൽ ബിഗ് ബോസിൽ OTTയിൽ പങ്കെടുത്ത ശേഷം ഇന്ത്യയിലുടനീളം പ്രശസ്തി ആർജിച്ചു. പിന്നീട് ഫാഷൻ രംഗത്തേക്ക് കടന്നു വന്നു. ബിഗ് ബോസിൽ മത്സരാർത്ഥിയായിരുന്ന കാലത്ത് ഉർഫി മാലിന്യ സെഞ്ചി നിർമ്മിച്ച വസ്ത്രം ധരിച്ചു. അന്നു മുതൽ ഇന്ന് വരെ ഉർഫി സേഫ്റ്റി പിൻ മുതൽ ഷേവിംഗ് ബ്ലേഡ് വരെയുള്ള മെറ്റീരിയലുകൾ കൊണ്ട് വ്യത്യസ്തങ്ങളായ വസ്ത്രങ്ങൾ ധരിച്ച് തന്റെ ആരാധകരെ ഞെട്ടിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ ഉർഫി ഒരു പ്രത്യേക പ്രസ്താവന നടത്തി ആരാധകരെ കണ്ണു തെളിച്ചു എന്ന് തന്നെ പറയാം. തന്റെ ഏറ്റവും പുതിയ ഷോ ആയ ഫോളോ കാർലോ യാറിലൂടെ തന്റെ സ്വകാര്യ ജീവിതത്തിന്റെ വ്യത്യസ്ത വശങ്ങളെക്കുറിച്ച് വെളിപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. അതിലെ വളരെ ഇന്റിമേറ്റ് ആയ എപ്പിസോഡുകളിൽ ഒന്നിൽ 3 വർഷത്തോളം താൻ ലൈംഗികതയിൽ നിന്ന് വിട്ടുനിൽക്കുകയാണെന്ന് ഉർഫി വെളിപ്പെടുത്തി. അതുമാത്രമല്ല, ഈ വർഷങ്ങളിൽ സെക്സ് മാത്രമല്ല, ചുംബനവും പ്രണയവും എല്ലാം താൻ ഒഴിവാക്കിയതായി അവർ വളരെയധികം ആത്മവിശ്വാസത്തോടെ സമ്മതിച്ചു കഴിഞ്ഞു. 3 വർഷമായി എനിക്ക് സെക്സ് ഉണ്ടായിട്ടില്ല, 3 വർഷമായി ഞാൻ ഒരു പുരുഷനെ പോലെ ചുംബിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ് താൻ സെക്സിൽ ഏർപ്പെടാത്തതെന്നും അവർ ധൈര്യപൂർവ്വം വെളിപ്പെടുത്തി. എന്തുകൊണ്ടാണ് സെക്സ് ഇല്ലാത്തത്? ആരാധകരെ, കാരണം കേട്ടാൽ നിങ്ങൾ ഞെട്ടും, ഞെട്ടിത്തരിക്കും. ഞെട്ടാൻ തയ്യാറായിക്കൊള്ളൂട്ടാ. എന്നാ പിടിച്ച ഉത്തരം. ഉർഫിക്ക് സ്വന്തമായി ഒരു പ്രൈവറ്റ് ജെറ്റ് ഇല്ലാത്തത് കൊണ്ടാണത്രേ. എന്ന് ഞാൻ ഒരു പ്രൈവറ്റ് ജെറ്റ് വാങ്ങുന്നുവോ അന്ന് എന്നെ നിങ്ങൾക്ക് ലഭിക്കും, അതുപോലെ ആർക്കും എന്നെ ലഭിക്കില്ല. അല്ല പിന്നെ. ഉർഫി നിർത്തിയിട്ടില്ല. ഇച്ചിരി കൂടി പറയാനുണ്ട്, കേട്ടോളി. എന്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്തത്. ഇപ്പൊ എനിക്ക് ഇങ്ങനെ തോന്നി. എപ്പോഴെങ്കിലും എനിക്കൊരു പങ്കാളി ഉണ്ടാകുകയാണെങ്കിൽ അയാളുടെ മുന്നിൽ ഞാൻ അത്രയ്ക്ക് ദുർബല ആയിരിക്കരുത്. ഉർഫി പറഞ്ഞു നിർത്തി. കെട്ടുന്നവന്റെ മുന്നിൽ അത്രയ്ക്ക് ദാരിദ്ര്യം പിടിച്ചവൾ ആകരുതെന്ന് ചുരുക്കം. അല്ല പിന്നെ, ഞാൻ എന്നെ തന്നെ സമ്മതിച്ചിരിക്കുന്നു. ഇനി ജെറ്റ് വാങ്ങിയിട്ട് ഞാൻ സെക്സ് ചെയ്യൂ. അതുവരെ ഒരു കിസ് പോലും നിങ്ങൾക്ക് ഞാൻ തരില്ല. അമ്പട, എന്നോടാ കളി. നിങ്ങൾ എന്താ ഉർഫിയെ കുറിച്ച് വിചാരിച്ചിരിക്കണേ? ആരാധകരെ, ഒരു പ്രൈവറ്റ് ജെറ്റ് വാങ്ങിക്കൊടുക്കാൻ ഇവിടെ ആരെങ്കിലും ഉണ്ടോ? അല്ലേലും വേണ്ട, നമുക്കൊരു പിരിവ് നടത്തി ഉർഫിക്ക് ഒരു ജെറ്റ് വാങ്ങിക്കൊടുത്താലോ? അല്ലേലും ഉർഫിനെ ആർക്കും കിട്ടില്ല കേട്ടോ. പറഞ്ഞില്ലേലും വേണ്ട. ഇപ്പോഴല്ലേ നമുക്ക് പുടി കിട്ടിയത്. ഈ ഉർഫി എന്തിനാ ഇങ്ങനെ തുണിയില്ലാത്ത ദാരിദ്ര്യം പിടിച്ച് കുട്ടികളെ പോലെ അരകുറ വസ്ത്രം ധരിക്കുന്നതെന്ന്. അരിച്ചാക്ക് കൊണ്ടും സേഫ്റ്റി പിൻ കൊണ്ടും ബ്ലേഡ് കൊണ്ടും ഒക്കെയുള്ള ഡ്രസ്സ് ഇടുന്നതിന്റെ രഹസ്യം ഇതാണല്ലേ? ഡ്രസ്സ് വാങ്ങണതിന്റെ പണം ലാഭിക്കാലോ അല്ലേ? നന്നായി കുട്ടിയെ. ഈ ലാഭിക്കണ പൈസയൊക്കെ എടുത്ത് വെച്ചിട്ട് ഒരു ജെറ്റ് വേഗം വാങ്ങൂട്ടോ. എത്രയും പെട്ടെന്ന് ഒരു ജെറ്റ് വാങ്ങാനുള്ള പൈസ ഉണ്ടാവട്ടെ എന്ന് GPS മീഡിയ അകമഴിഞ്ഞ് പ്രാർത്ഥിക്കാം കേട്ടോ ഉർഫിയെ.